السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സർവാദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, കലാവസന്തം പെയ്തിറങ്ങുന്ന ഫറാസ്ദയുടെ ഈ പ്രൗഢമായ വേദിയിൽ പുതിയ കാലം മനുഷ്യനും വായനയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തുണക്കട്ടെ, ആമീൻ. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉയർന്നു വരുന്ന ഒരു പ്രധാന ചർച്ചയാണ് പുസ്തക വായന. ഇന്ന് പുതിയ തലമുറയുടെ വ്യത്യസ്തമായ ചിന്തകളും പ്രവണതകളും സാങ്കേതിക വിദ്യയെയും സ്വാധീനം പിടിച്ചു പറിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയ, വീഡിയോ ഗെയിംസ്, ഓൺലൈനിലെ വിവിധ പ്ലാറ്റ്ഫോംസ് എന്നിവ നമ്മുടെ സമയം കൈപ്പറ്റുകയാണ്. എന്നാൽ അതിനിടെ പുസ്തകം എന്ന മഹാസുഖകരമായ ലോകം നമ്മെ മറക്കാൻ അനുവദിക്കുന്നില്ല. പുതിയ തലമുറക്ക് പുസ്തകം വായിക്കാൻ താല്പര്യമില്ലെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഞാൻ സത്യം പറയട്ടെ, പുസ്തകങ്ങൾ എല്ലായ്പ്പോഴും ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ നിന്ന് പുതിയ പുതിയ അറിവുകൾ നാം നേടുന്നുമുണ്ട്. മാനസികമായ വളർച്ചയുമായി മുന്നോട്ട് പോകുന്നതുമുണ്ട്. പുതിയ തലമുറക്ക് ഇപ്പോൾ ആവശ്യമായ ചില കാര്യങ്ങളെ വ്യക്തമാക്കാം. കൃത്യമായ ചിന്തന, ദുഷ്ടമായ ദർശനങ്ങൾ, വിവിധ വായനയിലൂടെ ഇവയെ ഇങ്ങനെ വിശകലനം ചെയ്യാം. പുസ്തകങ്ങൾ വായിക്കുന്നത് ശാസ്ത്രീയപരമായും കലാപരമായും ജീവിതകൃതികളിൽ വിവിധ കോണുകളിൽ നമ്മെ നോക്കിക്കാൻ പ്രചോദിക്കുന്നു. ഇനി പുസ്തകത്തെ വായനയെക്കുറിച്ച് ഒന്ന് നോക്കാം. പുസ്തകങ്ങൾ വായിക്കുന്നത് വിവരശേഖരണത്തിന് മുകളിലുള്ള ഒരു പ്രക്രിയ മാത്രമാണ്. പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, കുറിപ്പുകൾ ഇവയുടെ സാരാംശം മനസ്സിലാക്കി ആലോചിച്ചു കൂടിയുള്ള ഒരു മനസ്സ് തന്നെ വിശാലമായ പ്രബോധനം. മാനവികത, സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ആഴമുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഇന്ന് ടെക്നോളജി എത്ര നേരിയതായിരിക്കും, എന്നാൽ അത് വായനയുടെ ഗുണനിലവാരത്തെ പകരമാക്കില്ല. ഇന്നത്തെ തലമുറക്ക് പുസ്തകങ്ങളോട് പ്രേമം കൂടാനായി നമുക്ക് ഇങ്ങനെ പറയാം: പുസ്തകങ്ങൾ വായിക്കുക. അത് പുതിയ തലമുറയുടെ ഒരു വഴിയാണ്. ആ വഴി കാണാനാകാതെ പോയാൽ നമുക്ക് നമ്മുടെ ഭാവി കാണാൻ കഴിയില്ല എന്ന് പല ശാസ്ത്രജ്ഞരും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞുണ്ണി മാഷുടെ വരി നോക്കാം: വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വിളയും. അതെ, അത് നമ്മുടെ മനസ്സിനെ എത്രത്തോളം ചിന്തിപ്പിക്കുന്നതാണ് നമ്മൾ നോക്കുക തന്നെ വേണം. പുസ്തകങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റവും വലിയ ഒരു സ്വതന്ത്രമായി മാത്രം വരുന്നു. ഒരു മനുഷ്യനാണ് ലോകത്തെ വഹിക്കുന്നത്. സ്വതന്ത്രവും ധാർമ്മികവുമായ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വഴിയാണ് പുസ്തകം. പുസ്തകങ്ങളും വായനയും പുതിയ തലമുറക്ക് വേണ്ടി നാം ബാക്കി വെക്കുക. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.